സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗോത്രവർഗ ഉന്നതിയിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വടാട്ടുപാറ മിനി സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗോത്രവർഗ ഉന്നതിയിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയെത്തിക്കുന്ന പദ്ധതിക്ക് എറണാകുളം ജില്ലയിൽ തുടക്കമായി. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുകണ്ടം ഗോത്രവർഗ ഉന്നതിയിലാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. റേഷനും ഭക്ഷ്യസാധനങ്ങളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഉന്നതിയിലെത്തിച്ച് വിതരണം ചെയ്യുന്നതിലൂടെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് റേഷൻ സൗകര്യം കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വടാട്ടുപാറ മിനി സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനവും സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഫ്ളാഗ് ഓഫും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. 4 മാസത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അരിയുടെ വിപണി വിലയെ നമുക്ക് ഇതേ നിലയിൽ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ OMSS പദ്ധതി പ്രകാരമുള്ള അരിയുടെ വിപണി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, സ്പെഷ്യൽ അരിയുടെ വിപണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ മറ്റ് ഘടകങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് മറ്റ് പദ്ധതികൾ വഴി ഇപ്പോൾ സപ്ലൈകോയുടെ വിറ്റുവരവ് ഇന്നലെ വൈകുന്നേരം 302 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. 2 ദിവസവും കൂടി പൂർത്തിയാവുമ്പോൾ വലിയ റെക്കോർഡ് സെയിൽസിലേക്ക് എത്തിച്ചേരാൻ കഴിയും. 25 ദിവസം കൊണ്ടാണ് ഈ തുക ലഭ്യമാകുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഈ നാളെ ഉത്രാടത്തിൻ്റെ അന്ന് വരെ കണക്കാക്കുമ്പോൾ കഴിഞ്ഞ വർഷം 383 കോടി രൂപ വിതരണം നടത്തിയപ്പോൾ അത് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെ വിതരണം ചെയ്തതിൻ്റെ കണക്കാണ് 383. ഈ പ്രാവശ്യം ഓണം ഓഗസ്റ്റ് 1 മുതൽ 25 വരെ, 26-ാം തീയതിയാണ് ഓണം. 25 ദിവസം കൊണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്കിനടുത്തേക്ക് എത്തിച്ചേരും. കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ 4 കണക്കാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സപ്ലൈകോ റെക്കോർഡ് സെയിലിലേക്ക് ഏകദേശം 500 കോടിക്കടുത്തുള്ള സെയിലിലേക്ക് സപ്ലൈകോ എത്തിച്ചേരുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. ഷിബു തെക്കുംപുറം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദൂരവും ദുർഘടവുമായ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി നിർണായകമാകുമെന്ന് ഉദ്ഘാടകർ പറഞ്ഞു. പൊതുവിതരണ സംവിധാനത്തിന്റെ സേവനം അർഹരായ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഉദ്ഘാടകൻ വ്യക്തമാക്കി. കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി മോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ കവിത CK, സൽമ ഷാനവാസ്, MK രാമചന്ദ്രൻ, ഭാഗ്യലക്ഷ്മി രാജൻ, കേരള കോൺഗ്രസ് ജേക്കബ് നേതാക്കളായ EM മൈക്കിൾ, മാത്യു ജോസഫ്, ആന്റണി പാലക്കുഴി, മുസ്ലിം ലീഗ് നേതാവ് അലി കുട്ടംകുളം തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.